हाय बच्चों, गुड मॉर्निंग. How are you? Fine. വെൽക്കം ബാക്ക് ടു അവർ ഹിന്ദി ക്ലാസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? പോസ്റ്റർ തയ്യാറാക്കി അല്ലേ, പിന്നെ പാരഗ്രാഫ് വോയിസ് സെൻഡ് ചെയ്യാണ്ടായിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഡിറ്റേഷനും ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഇനി അതിൻ്റെ ഡൗണിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ഉത്തർ ലിഖേ ക്വസ്റ്റ്യൻ ആൻസറാണ് തന്നിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ. ജംഗൽ കാ രാജ കോൻ ഹെ? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ജംഗൽ കാ രാജ കോൻ ഹെ? ടേക്ക് ഇറ്റ് പെൻസിൽ. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാം. ജംഗൽ കാ രാജ കോൻ ഹെ? ആരായിരുന്നു കാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞിരുന്നത്? ജംഗൽ കാ രാജ ഷേർ ഹെ. വെരി ഗുഡ്. ജംഗൽ കാ രാജ ആൻസർ എഴുതിക്കോളൂ. ജംഗൽ കാ രാജ ഷേർ ഹെ. ജംഗൽ കാ രാജ ഷേർ ഹെ. ജംഗൽ കാ രാജ കോൻ ഹെ? ആരാണ് ജംഗൽ കാ രാജ? കാട്ടിലെ രാജാവ് ആരാണ്? ജംഗൽ കാ രാജ ഷേർ ഹെ. ലയൺ ആവുന്നു. ജംഗൽ കാ രാജ ഷേർ ഹെ. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ടത് 1 ടൈംസ് റൈറ്റ് നോട്ട്ബുക്ക്. ജംഗൽ കാ രാജ ഷേർ ഹെ. ഓവർ. जंगल का राजा शेर है. सेकंड, शेर कहाँ रहता था? शेर कहाँ रहता है? എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ലയൺ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഷേർ കഹാം രഹ്താത. എവിടെയായിരുന്നു? ജംഗൽ മേം രഹ്താത. സെക്കൻഡിൻ്റെ ആൻസർ ജംഗൽ മേം രഹ്താത. കാട്ടിലായിരുന്നു ഫോറസ്റ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ജംഗൽ മേം രഹ്താത. ജംഗൽ മേം रहता था. रीड एंड राइट. जंगल में रहता था. और शेर कैसे सर्कस में पहुंचा? शेर कैसे സർക്കസ് മേ പहुंचा? എങ്ങനെയാണ് ലയണ് സർക്കസിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? ഒരു വലയിലകപ്പെട്ടിട്ടല്ലേ? അപ്പോൾ ആൻസർ ചെയ്തു. एक जाल में ഫംസ്കർ അകപ്പെട്ടിട്ട് ഫംസ്കർ സർക്കസ് में पहुंचा. एक जाल में ഫംസ്കർ സർക്കസ് में पहुंचा. ഒരു വലയിൽ അകപ്പെട്ടിട്ടാണ് സർക്കസിലേക്ക് എത്തിപ്പെട്ടത്. ആ വലയിൽ കുടുങ്ങിയത് കൊണ്ടല്ലേ സർക്കസിലേക്ക് എത്തിപ്പെട്ടത്. एक जाल में ഫംസ്കർ സർക്കസ് में पहुंचा. एक जाल में ഫംസ്കർ സർക്കസ് में पहुंचा. रीड एंड राइट. ओवर.
नेक्स्ट क्वेश्चन शेर क्यों नागुश है ഷേർ ക്യോം നാഗുഷ് ഹെ ലയൺ എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാതിരുന്നത് നാഗുഷ് അസന്തുഷ്ടനായത് ഹാപ്പി അല്ലാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു ഷേർ ക്യോം നാഗുഷ് ഹെ എന്തുകൊണ്ടായിരുന്നു ഷേർ ക്യോം നാഗുഷ് ഹെ ഗുലാമിക്ക് യഹ് ജിന്ദഗി മേം എന്താണ് അടിമത്തത്തിലുള്ള ജീവിത കാരണമല്ലായിരുന്നോ സന്തോഷമല്ലാതിരുന്നത് റൈറ്റ് ഗുലാമി ഗുലാമി की यह जिंदगी में ഈ അടിമത്തത്തിലുള്ള ജീവിതം കൊണ്ടാണ് ഷേറിന് ഹാപ്പി അല്ലാതിരുന്നത് ഷേർ നാഗുഷ് ഹെ गुलामी की यह जिंदगी में शेर नागुश है और നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷേർ കി രാഹത്ത് ക്യാ ഹെ ഷേറിൻ്റെ ഹാപ്പി അവൻ എന്തായിരുന്നു കാരണം അതിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഷേറിന് ഹാപ്പി ആവുക എന്ത് സംഭവിക്കുമ്പോഴാണ് ഷേർ കി രാഹത്ത് ക്യാ ഹെ എന്താവുമ്പോഴാണ് പറഞ്ഞേ ദർശകോं के चेहरे की മുസ്കാൻ ഹി ഷേർ കി രാഹത്ത് ഹെ അതാണ് ദർശകോं കാഴ്ചക്കാരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോഴാണ് ഷേറിനും ഹാപ്പി ആവുക ദർശകോं के चेहरे की मुस्कान ही मुस्कान ही शेर की राहत है दर्शकों के चेहरे की मुस्कान ही शेर की राहत है रीड एंड राइट दर्शकों के चेहरे की मुस्कान ही शेर की राहत है ഓവർ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കുറച്ച് വലുതാണ് 1 ടൈംസ് എഴുതുക ടെക്സ്റ്റ് ബുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് നോട്ടിലേക്ക് 1 ടൈംസ് റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ആൻസർ ഇരുന്ന് എഴുതി പഠിക്കുക തന്നെ വേണം ഡിറ്റേഷനല്ല ടെക്സ്റ്റ് പേപ്പറായിട്ട് ചെയ്ത് വോയിസ് സെൻഡ് ചെയ്ത് തരണം ടെക്സ്റ്റ് പേപ്പർ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം ഓക്കെ
ഫുള്ള് ടെസ്റ്റ് പേപ്പർ ചെയ്യണ്ടേ. ഫസ്റ്റ് 1, 2, 3 ഇവിടം വരെ പഠിക്കുക, എന്നിട്ട് അത് ടെസ്റ്റ് പേപ്പർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് സെൻഡ് ചെയ്ത് തരാം. നിസാൻ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തില്ലേ ഇപ്പം? ഇനി ഇതിനെ 1 ടൈംസ് നോട്ടിലേക്ക് റൈറ്റ് ചെയ്യുക. എന്നിട്ട് 1ഉം 2ഉം 3ഉം എന്ത് ചെയ്യണം? ടെക്സ്റ്റ് പേപ്പർ ചെയ്യാം. ഓക്കെ, ഡിറ്റേഷനല്ല, 1ഉം 2ഉം 3ഉം പഠിച്ചിട്ട് ടെക്സ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുക, മാർക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 4ഉം 5ഉം നമുക്ക് പിന്നെ ചെയ്യാം. ഒന്നും കൂടെ നോക്കൂ. ആൻസർ ജംഗൽ കാ രാജ കോൻ ഹെ. ജംഗലിലെ കാട്ടിലെ രാജാവ് ആരായിരുന്നു? ജംഗൽ കാ രാജ ഷേർ ഹെ. ഷേർ കഹാം രഹ്താത. എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ജംഗൽ മേം രഹ്താത. ജംഗൽ മേം രഹ്താത. ഷേർ കൈസെ സർക്കസ് മേം പहुंचा. ഷേർ എങ്ങനെയാണ് സർക്കസിലേക്ക് എത്തിപ്പെട്ടത്? ഏക് ജാൽ മേം ഫംസ്കർ സർക്കസ് മേം പहुंचा. ഏക് ജാൽ മേം ഫംസ്കർ സർക്കസ് മേം പहुंचा. ഒരു വരയിൽ അകപ്പെട്ടിട്ടാണ് സർക്കസിലേക്ക് എത്തിപ്പെട്ടത്. ഷേർ ക്യോം നാഖുഷ് ഹെ. ഷേർ എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാതിരുന്നത്? ഗുലാമി കി യഹ് ജിന്ദഗി മേ ഷേർ നാഖുഷ് ഹെ. ഈ അടിമത്തത്തിലെ ജീവിതം ഷേറിന് അസന്തുഷ്ടമായിരുന്നു, ഹാപ്പി അല്ലായിരുന്നു. ഷേർ കി രാഹത്ത് ക്യാ ഹെ. എന്തിനാണ് ഷേർ ഹാപ്പി ആവുക? പിന്നെ എന്തുകൊണ്ടായിരിക്കും? ദർശകോ കെ ചെഹരെ കി മുസ്കാൻ ഹി ഷേർ കി രാഹത്ത് ഹെ. കാണികളുടെ ഈ സർക്കസ് കാണാൻ വരുന്ന ആളുകളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോഴാണ് ഷേറിനും ഹാപ്പി ആവുക. ഓക്കെ, അപ്പം കൂടുതലുണ്ട്, അത് നിങ്ങൾ 1 ടൈംസ് എഴുതുക നോട്ട്ബുക്കിലേക്ക്. എന്നിട്ട് 1ഉം 2ഉം 3ഉം പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കൂ. പേജ് നമ്പർ 35. മേം ബി. മേം ബി നോക്കൂ, ജസ്റ്റ് ഒരു കോൺവെർസേഷനാണ്, സംഭാഷണം. തു പതംഗ് ഉഡായേങ്കി ക്യാ. തു പതംഗ് ഉഡായേങ്കി ക്യാ. തു ഇവർ തമ്മിലുള്ള ഈ ഒരു ബോയും ഒരു ഗേളും ഇവിടെ ഉണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്, ഒരു വാർത്താലാപാണത്. അതാണ് തന്നിരിക്കുന്നത്. തു പതംഗ് ഉഡായേങ്കി ക്യാ. തു നീ, പതംഗ് മീൻസ് എന്താ? കൈറ്റ്. ഉഡായേങ്കി ക്യാ, നിനക്ക് പട്ടം പറത്താൻ അറിയുമോ? പട്ടം പറത്തുമോ നീ? ബോയ് ഗേളിനോട് ചോദിക്കുകയാണ്. ലടുക്ക ഈ ലടുക്കിയോട് ചോദിക്കുകയാണ്. ലടുക്കയും ലടുക്കിയും തമ്മിലുള്ള വാർത്താലാപാണ്. അപ്പം ലടുക്ക ഫസ്റ്റ് എന്താ ചോദിക്കുന്നത്? തു പതംഗ് ഉഡായേങ്കി ക്യാ. നിനക്ക് കൈറ്റ് പറത്താൻ അറിയുമോ? പറത്തുമോ? നെഹീം. നെഹി മീൻസ് നോ. അപ്പം ലടുക്കി എന്താ ആൻസർ പറയുന്നത്? നോ, എനിക്കറിയില്ല. മേം പങ്ക ചല രഹാഹും. മേം പങ്ക ചല രഹാഹും. തു ചലയേങ്കി ക്യാ. എന്താണ് പങ്ക മീൻസ്? കയ്യിൽ കണ്ടില്ലേ, നമ്മളൊക്കെ കുട്ടികൾ കളിക്കുന്ന ഇതാണ്, ഓല കൊണ്ടുണ്ടാക്കുന്ന ഒരു സൈസ് കാറ്റിൽ പറക്കുന്നതാണ് പങ്ക എന്ന് പറയുന്ന ഈ കളിപ്പാട്ടം. മേം പങ്ക, ഞാൻ ഈ പങ്ക ചല രഹാകും. തു ചലായെങ്കിക്ക, ഞാൻ ഈ പങ്കയും കൊണ്ട് നടക്കുകയാണ്, പറത്തി നടക്കുകയാണ്. നീ ചെയ്യാറുണ്ടോ ഇങ്ങനെ? നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത്. നെഹിയും, ഞാൻ അങ്ങനെ കളിക്കാറില്ല എന്ന് ലടുക്കി പറയുന്നു. നെക്സ്റ്റ് പേജ് നോക്കൂ. ലടുക്ക ചോദിക്കുന്നത് എന്താ? മേം കഞ്ചെ ഗേൽ രഹാഹും. മേം കഞ്ചെ ഗേൽ രഹാഹും. കഞ്ചെ മീൻസ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളിക്കുന്നതാണ്. കഞ്ചെ മീൻസ് ഇതിനെയാണ് കഞ്ചെ എന്ന് പറയുന്നത് കേട്ടോ. പ്ലേയിങ് മാർബിളാണ്. കഞ്ചെ ഗേൽ രഹാഹും, ഞാനത് കഞ്ചെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തു ഗേലെങ്കി ക്യാ, നീ കളിക്കുന്നുണ്ടോ? എന്താ? ഹാം. അപ്പം ലടുക്കി ഇതുവരെ പട്ടം പറത്താനും ഇല്ല, പങ്ക പറത്തി കളിക്കാനും ഇല്ല. പിന്നെയോ കഞ്ചെ കഞ്ചെ കളിക്കാൻ എന്തുണ്ട്? ഹാം. അതെ, യെസ്. ഹാം, യെസ്. കഞ്ചെ കളിക്കാൻ ഞാനും ഉണ്ടെന്ന് ആൻസർ പറയുകയാണ് ലടുക്കി. പിന്നെയുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിൽ ലടുക്കി ആൻസർ പറയുന്നുണ്ട്. മേം ബി കഞ്ചെ
ഗേലൂങ്കി, ഞാനും കഞ്ചെ കളിക്കും. അപ്പോൾ ലടുക്കിക്ക് കഞ്ചെ എന്ന കളി മാത്രമേ കളിക്കാൻ അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് കൈറ്റ് പറത്താൻ വേണ്ടി വിളിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പങ്ക കളിക്കാനും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ കഞ്ചെ കേലിനേക്കോ ലടുക്കി തയ്യാർക്കും, ലടുക്കി കഞ്ചെ കേലിനേക്ക് തയ്യാർക്കും. അപ്പോൾ ആൻസർ പറയുകയാണ്. അപ്പോൾ ലടുക്കി ആൻസർ പറയുന്നുണ്ട്, അത് നമുക്കിവിടെ ഫില്ല് ചെയ്യണം. എന്താണ് അപ്പോൾ ബോയ് പറയുന്ന അവിടെ ഒരു ബോക്സ് ഇല്ലേ, ലടുക്ക പറയുന്ന അവിടെ, അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യൂ. തുമാരെ പാസ്, തുമാരെ പാസ് കഞ്ചെ കഞ്ചे है क्या? തുമാരെ പാസ് കഞ്ചെ ഹെ ക്യാ? എന്താ നിൻ്റെ അടുത്ത് കഞ്ച ഉണ്ടോ? കഞ്ച എന്ന് പറയുന്ന കളിക്കുന്ന പ്ലെയിൻ മാർബിൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ലടുക്ക. അപ്പോഴോ തുമേം ഖേൽന ആത്താ ഹെ. തുമാരെ പാസ് കഞ്ചെ ഹെ ക്യാ? എന്താണ് നിൻ്റെ അടുത്ത് കഞ്ചെ എന്ന് പറയുന്നത് ഉണ്ടോ, നീ കളിക്കാറുണ്ടോ? അപ്പോൾ എന്താ ലടുക്കി പറയുന്ന ആൻസർ മേ ബി കഞ്ചെ കേലൂങ്കി, ഞാനും കഞ്ചെ കളിക്കും. ഓക്കെ, ഓവർ. ഇത് നമുക്കൊരു വാർത്താലാപം ചെയ്യണം. നോട്ട്ബുക്ക് ഓപ്പൺ. നോട്ട്ബുക്കിൽ മേം ബി ഹെഡിങ് കൊടുക്കും. വാർത്താലാപ്, സംഭാഷണം. ഹെഡിങ് കൊടുക്കുക വാർത്താലാപ്. വാർത്താലാപ് കൊടുത്തോ. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആരാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ലടുക്ക. എഴുതൂ. ലടുക്ക, ലടുക്കി. ഇതിൽ തമ്മിലാണ് വാർത്താലാപുള്ള സംഭാഷണം. അപ്പം ലടുക്ക ഈ ടൈപ്പിൽ നോട്ടിൽ എഴുതിയെടുക്കണം. ഒന്ന് എക്സാമ്പിൾ മിസ് ചെയ്ത് തരാം, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യാം. ലടുക്ക എന്ത് പറയുന്നു? तो पतंग उड़ाएंगी क्या? നീ പട്ടം പറത്താൻ വരുന്നുണ്ടോ? ഉണ്ടോ? നെഹി. അപ്പം ലടുക്കി ആൻസർ പറയുന്നു നെഹി, ഇല്ല. അപ്പം നെക്സ്റ്റ് ഏതായിരിക്കും വരിക? ലടുക്ക. ലടുക്ക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവിടെ എഴുതണം. ഇതിപ്പോൾ ഈ ടൈപ്പിൽ എഴുതുക. ലടുക്ക ഫസ്റ്റത്തെ ലടുക്ക അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത്. ലടുക്കി എന്നത് നെഹിം എന്ന് പറഞ്ഞാൽ അതിവിടെ എഴുതി. ഇനി അടുത്തതായിരിക്കും ആരാ വരിക? ലടുക്ക. ലടുക്ക എന്താ വരിക? മേം പങ്ക ചലാ രഹാഹും തു ചലായെങ്കി ക്യാ? പിന്നെ നെക്സ്റ്റ് എന്താ എഴുതണം? ലടുക്കി. ലടുക്കി ആൻസർ നെഹി. അപ്പോൾ അടുത്ത പേജിൽ നെക്സ്റ്റ് വീണ്ടും എഴുതണം ലടുക്ക. मैं कंचे गेल रहा हूँ तो गेलेंगी क्या? പിന്നെയോ ലടുക്കി എന്ത് പറയുന്നു? ഹാം. നെക്സ്റ്റ് ലടുക്ക. തുമാരെ പാസ് കഞ്ചെ ഹെ ക്യാ? ലടുക്കി മേം ബി കഞ്ചെ ഗേലൂങ്കി, ഞാനും കൂടി കഞ്ചെ എന്ന പ്ലേയിങ് കളിക്കും എന്ന്. ഓക്കെ, ഈ ടൈപ്പിൽ വാർത്താലാപിനെ കംപ്ലീറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നോട്ട്ബുക്കിലേക്ക് 1 ടൈംസ് എഴുതുക. 1ഉം 2ഉം 3ഉം ശരിക്കും പഠിച്ചിട്ട് ടെക്സ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ വാർത്താലാപിനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.